ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലഞ്ച് വീഡിയോ ആണ്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും അതുപോലെ എന്നെപ്പോലെ കുക്കിങ്ങിനൊക്കെ മടിയുള്ളവർക്ക് വേഗം ചെയ്യാൻ പറ്റിയ കുറച്ച് റെസിപ്പീസാണ്, ലഞ്ച് റെസിപ്പീസാണ് പറയുന്നത്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന കറികൾ ബീൻസ് തോരൻ, ബ്രോക്കലി ഫ്രൈ, സോസേജ് ഫ്രൈ, പിന്നെ നമ്മുടെ പച്ചമോര് കറി, പിന്നെ പിക്കിൾ ഞാൻ ഉണ്ടാക്കുന്നതല്ല, അത് കടയിൽ നിന്ന് മേടിച്ചതാണ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ അരി എല്ലാം കഴുകി റെഡിയാക്കാൻ വെച്ചു. അതിനുശേഷം നമ്മുടെ തോരന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. എല്ലാവർക്കും അറിയാം, തോരൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കറിയാണ്. സോ ഞാൻ ബീൻസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് തോരൻ ആവശ്യമുള്ളത്. സോ ആദ്യം തന്നെ പാൻ ചൂടാക്കി അല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് ചേർത്തു. അതിനുശേഷം കറിവേപ്പില ഇട്ടു. 2 ചുവന്ന മുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തു. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം അത് ഒത്തിരി ഡാർക്ക് ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്ത് നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ ഇടുക. ബീൻസും അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ആവശ്യത്തിന് മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അത് ഒരു സൈഡിൽ അത് റെഡി ആവുന്ന സമയത്ത് നമുക്ക് അടുത്ത കറി ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മളൊന്ന് തോരൻ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ബ്രോക്കലി ഫ്രൈ ആണ്. സോ ഞാൻ അരി കഴുകുന്ന ആ ഒരു ടൈമിൽ തന്നെ ബ്രോക്കലി കുറച്ച് ഉപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എടുത്തിട്ട് നന്നായിട്ട് ബ്രോക്കലി വാഷ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമുക്ക് ബ്രോക്കലി ആ ഒരു ഷേപ്പിൽ നമുക്ക് ബ്രോക്കലി കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ബ്രോക്കലി ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ളത് സവാള, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മൾ ജസ്റ്റ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന സെയിം ഇതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വറ്റൽമുളക്, അതുപോലെ തന്നെ സവാള, തേങ്ങാക്കൊത്തെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കലി ആഡ് ചെയ്യാം. കുറച്ചും കൂടി എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി, പെപ്പർ പൗഡർ എല്ലാം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വേറെ പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് മഞ്ഞൾപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പിടുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ അല്പം ജീരകം ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് ഒരു 5 to 10 മിനിറ്റ്സ് ബ്രോക്കലി വേവിക്കാൻ വെക്കാം. അതിനുശേഷം ലിഡ് ഓപ്പൺ ചെയ്തിട്ട് മെഴുക്കുവരട്ടിക്കൊക്കെ വഴറ്റുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ട് ബ്രോക്കലി വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രോക്കലി ഫ്രൈ റെഡിയാണ്. വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ബ്രോക്കലി ഫ്രൈ. അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്നത് സോസേജ് ഫ്രൈ ആണ്. എല്ലാവർക്കും സോസേജ് അറിയാം, എല്ലായിടത്തും അവൈലബിൾ ആണ്. ബ്രോക്കലി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ സോസേജ് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഞാൻ ഉണ്ടാക്കി സോസേജ് പുരട്ടി വെച്ചിരുന്നു. ഞാൻ അരപ്പിനായിട്ട് നമ്മുടെ മീൻ വറക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സെയിം അരപ്പ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഒരു ബൗളിൽ ആവശ്യത്തിന് മുളക് പൊടി, പെപ്പർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഓയിൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരപ്പ് ഉണ്ടാക്കിയിട്ട്
ഈ സോസേജ് രണ്ടായിട്ട് കീറി അത് ഈ അരപ്പ് ചേർത്ത് മാറ്റി വെച്ചിരുന്നു ബ്രോക്കലി ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ. ഇപ്പോഴത്തേക്ക് അത് റെഡി ആയിട്ടുണ്ട്. ഇത് അധികം നേരമൊന്നും മസാല പുരട്ടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോസേജ് ഓരോന്ന് എണ്ണയിലേക്ക് ഇടാം. 2 വശവും തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് സോസേജ് ഫ്രൈ. കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഒഴിക്കറിയായിട്ട് ഞാൻ പച്ചമോരും ഉണ്ടാക്കുന്നുണ്ട്. സോ ഒരു മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് തൈരും വെള്ളവും അല്പം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഒരു 30 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഈസി റെസിപ്പീസാണ് എല്ലാം അവൈലബിൾ ആണ് നമ്മളുടെ വീടുകളിൽ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.